ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മല്ലിയില വെച്ചിട്ടൊരു ബജ്ജിയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് മല്ലിയിലയുടെ നീളത്തിൽ നമുക്ക് ഇങ്ങനെ മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് കെട്ടി വെച്ചതാണ് കേട്ടോ, അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വളച്ച് മല്ലിയില കൊണ്ട് തന്നെ ഒന്നിങ്ങനെ കെട്ടി വയ്ക്കുക. ഇതിപ്പോൾ നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് നീളത്തിൽ എടുക്കുക. അപ്പോൾ ഒരു എണ്ണം കൂടി, ഇപ്പോൾ ഇത് 3 ഉള്ളൂ, 2 കൂടി ചേർത്തിട്ട് ഒരു നീളത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എണ്ണ കൂടുതൽ വേണം, ഇതാകുമ്പോൾ എണ്ണ കുറച്ച് മതി. അപ്പോൾ യൂട്യൂബിലുണ്ടോയെന്ന് അറിയില്ല, ഞാനിപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് മല്ലിയില കൊണ്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ മല്ലിയിലയൊക്കെ ഞാൻ കഴുകി ഇങ്ങനെ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ മാവിലിട്ടുമ്പോൾ ഒറ്റയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്കതിന് ആദ്യം വേണ്ടത് ബജ്ജിയുടെ മാവ് തന്നെയാണ്. അപ്പൊ നമുക്ക് കടലപ്പൊടിയാണ് വേണ്ടത്. ഇതിനൊന്നും അളവില്ല, നമുക്ക് കുറച്ച് കടലപ്പൊടി എടുക്കുക. ഇതിപ്പോ ഒരു 1/2 കപ്പ് കടലപ്പൊടി മതി, അത്രയല്ലേ ഉള്ളൂ. മല്ലിയുടെ അനുസരിച്ച് കടലപ്പൊടി എടുക്കുക. ഒന്ന് അരിച്ചെടുക്കുക. അര കപ്പ് എടുത്തിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഒരു ലേശം കൂടി പൊടി എടുക്കാൻ തോന്നുന്നുണ്ട്, കുറച്ചും കൂടി പൊടി എടുക്കുക. അപ്പൊ ഞാനൊരു പരീക്ഷണം നോക്കുകയാണ് കേട്ടോ, എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഇതൊക്കെ അരിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ബജ്ജി മാവിന് ചേർക്കണ പോലെ തന്നെ കുറച്ച് കായം വീഴുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്. ഇനി കുറച്ച് ഉപ്പ്, ഒരു നുള്ള് സോഡാപ്പൊടി. നമുക്കിതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളപ്പം ഒരു 1/4 ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. ഇത് കട്ടയിലാണ് നമുക്ക് കലക്കിയെടുക്കണം. ഞാൻ 2 ടീസ്പൂൺ പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ട് നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം. മാവിന്റെ പാകം ഇത് മതി. തരി ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് എണ്ണ വെച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ചെടുക്കാം. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക, ചൂടാവട്ടെ. ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മാവിലേക്ക് ഈ നമ്മൾ കെട്ടി വെച്ച മല്ലിയില ഉണ്ടല്ലോ, അത് ഇങ്ങനെ എടുത്തിട്ട് മുങ്ങണ മാതിരി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക.
തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, രണ്ട് വശമായി കിട്ടാനായിട്ട്. എനിക്കൊരു ഇത് തോന്നിയതാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു, അല്ലാണ്ട് ഞാൻ ഇതെവിടെയും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ മല്ലിയില കൊണ്ടുവന്നു പെട്ടെന്ന് കേടായി പോവും, കുറേ നാളിരിക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് എടുക്കാറായിട്ടുണ്ട്. ഇതാണ് മല്ലിയില ബജ്ജി. നമുക്കിത് എടുക്കാം. അപ്പം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് എടുക്കാം. അത് നമ്മുടെ മാവ് ഇവിടെ കറക്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ഫുള്ള് ഒരു കപ്പ് എടുത്താൽ മതി. അത് നമ്മുടെ ഈ മല്ലിയിലയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ.
എത്ര മല്ലിയിലയുള്ള അതനുസരിച്ച് എടുക്കുക. കണക്ക് വെച്ചിട്ട് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ, 1 കപ്പ് എന്നൊക്കെ. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര മല്ലിയിലയുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കണം. ഇതാണ് നമ്മുടെ മല്ലിയില ബജ്ജി. ഇതാണ് നമ്മുടെ മല്ലിയില ബജ്ജി. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തക്കാളി സോസാണ് കേട്ടോ. നമുക്ക് ഒരെണ്ണം കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.